ഹലോ, നീ എവിടാ? ഹലോ, ഞാൻ വീട്ടില്. എന്താടി? എടി ചേട്ടൻ ഈ നമ്പറിലേക്ക് ഇപ്പോഴും വിളിക്കുന്നുണ്ടെടി. ഞാനത് നോക്കുന്നുണ്ട്. ചേട്ടനോ? ചേട്ടന് അതിന് ആ സ്വഭാവമൊക്കെ ഉണ്ടോ? നീ എന്തൊക്കെയാ പറയുന്നേ? എടി, അയാൾ എന്നോട് ഈ ചതി ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ലേടി. എടി, നിന്നോട് ആ ചതി ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ആ പുള്ളിയെ ഡിവോഴ്സ് ചെയ്യണം. ഞാനതേ പറയത്തുള്ളൂ. ഇനി ഒരിക്കലും അങ്ങനെയുള്ളവരുമായിട്ട് ജീവിക്കാനേ പോകരുത്. മനസ്സിലായോ? എടി, ഡിവോഴ്സ് ചെയ്യുന്നതിനെ പറ്റി ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ചിന്തിച്ചിട്ടില്ലെന്നോ? എടി, ഇങ്ങനെയുള്ള ഒരു കൂട്ടത്തിൽ എങ്ങനെ നീ ജീവിക്കും? നീ അത് നോർത്തി. നിനക്ക് നാളെ ഇത് തന്നെ ആയിരിക്കും സംഭവിക്കാൻ വന്നേ. അതുകൊണ്ട് നീ ഉറപ്പായിട്ട് നീ ഇങ്ങനെ ഡിവോഴ്സ് ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ ഏതെങ്കിലും വക്കീലിനെ കണ്ട് സംസാരിക്കാം. സമ്മതിച്ചു നീ? ഞാൻ എങ്ങനെ അടി? എനിക്ക് ഓർത്തിട്ട് പോലും സഹിക്കാൻ പറ്റുന്നില്ലത്. എനിക്കിപ്പോൾ തന്നെ വിഷമം വരുവാടി. എടി, നീ എന്തായി പറയുന്നത്? നമുക്ക് ഡിവോഴ്സ് തന്നെ നോക്കാം. നീ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കാനോ എടുക്കാനോ പോകണ്ട. നമുക്ക് രണ്ട് തട്ടയിലാക്കാം കേട്ടോ. എടി, ഡൈവോഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ ആ പുള്ളിക്ക് ഡബിൾ ഓക്കെ ആവൂലിയത്. ആണോ? എങ്കിൽ പിന്നെ നീ എന്തിനു വെച്ചോണ്ടിരിക്കുന്നേ? ഇപ്പം തന്നെ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം തന്നെ ഇതിനുള്ള നടപടി എടുക്കാം. ഇത് മാത്രം മതിയല്ലോ. ആ പുള്ളി വേറൊരു പെണ്ണുമായിട്ട് അവിഹിതമാണെന്ന് മാത്രം മതിയല്ലോ. അല്ലെങ്കിൽ ഈ പുള്ളിയുടെ എന്തെങ്കിലും കൊള്ളത്തില്ലാത്ത സ്വഭാവം എന്തെങ്കിലും നമുക്ക് പുള്ളിക്ക് അങ്ങനെ കാണത്തില്ല എങ്കിലും നമുക്ക് എന്തെങ്കിലും കള്ളത്തിലൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തടി നീ പറ, എന്തെങ്കിലും മറുപടി പറ. എടി, നീ എന്നെ ഈ പറയുന്ന ഒന്നല്ല, പല പെണ്ണുങ്ങളുണ്ടെടി. ഇതിനകത്ത് പല ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. നീ എന്താ ഈ പറയുന്നേ? പല പെണ്ണുങ്ങളോ? നീ എവിടുത്തെ ഫോട്ടോ കണ്ടാ നീ പറയുന്നത്? എടി, സത്യമായിട്ട് ഞാൻ നിനക്ക് വാട്സപ്പിൽ ആ ഫോട്ടോസ് എല്ലാം അയച്ചു തരാം. ഞാൻ അയാളുടെ ഫോണിൽ നിന്ന് എല്ലാം എടുത്തിട്ടുണ്ട്. എൻ്റെ ഫോണിലുണ്ട്, ഞാൻ അയച്ചു തരാം നിനക്ക്. ഏതാ? നീ വേഗം ഒന്ന് അയച്ചേ, ഞാൻ നോക്കട്ടെ. ഇപ്പം അയക്കടി ഞാൻ. ഹലോ, നീ കണ്ടോടി? ഫോട്ടോസ് കണ്ടോ? കണ്ടടി, ഞാൻ എല്ലാം കണ്ടു. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല. ഇത് കണ്ടിട്ട് നിനക്ക് വരെ വിഷമം തോന്നില്ലേടി? നിന്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്കറിയാം. അപ്പൊ നീ എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. എടോ, താൻ എന്നെ ഓർത്തനാ? തന്നെ വിശ്വസിച്ച് എന്നെ വേണ്ട അടിക്കാൻ. തൻ്റെ ഭാര്യ ഇപ്പം വിളിച്ചായിരുന്നു. അവളെ കൊണ്ട് ഒരു വിധത്തിൽ ഞാൻ ഡിവോഴ്സ് വരെ ചെയ്യിക്കാൻ നോക്കിയപ്പോഴാണ് തൻ്റെ നഗ്ന കഥകൾ ഞാൻ അറിഞ്ഞത്. താൻ ഇത്ര ആഭാസനായിരുന്നു വൃത്തികെട്ടവനെ. ഇനി മേലാൽ എന്നോട് പുറകെ കാണാൻ നന്ന് ശല്യപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ പേര് ഞാൻ കേസ് കൊടുക്കും. ഇത്രയും നാളും താൻ എന്നെ പറ്റിക്കുമായിരുന്നല്ലേ? എനിക്കൊന്നും കേൾക്കണ്ട. താൻ ഇത്രയും വൃത്തികെട്ടവനാ നീ വിചാരിച്ചില്ല. പോടോ പട്ടി വെച്ചിട്ട്. എന്നാലും അയാൾ എന്നോട് ചതി ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു.